ഇത് മലയാള ജാലകം നിങ്ങളോടൊപ്പം നിങ്ങളുടെ RJ ബിസ്മി പാലാട്ടി. കഴിഞ്ഞ 14 വർഷത്തോളമായിട്ട് നമ്മൾ ഈ മലയാള ജാലകം മലയാളത്തില് എല്ലാ ശനിയാഴ്ചയും നമ്മൾ പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ 25 വർഷമായിട്ടാണ് ഞാൻ ഓസ്ട്രേലിയയിൽ ഒരു മൈഗ്രന്റ് എന്ന നിലയിൽ എത്തുകയും IT വേൾഡിൽ ജോലി ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ വളരെയധികം ആ, വളരെ വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും നമ്മളുടെ ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഞാൻ വിചാരിക്കാത്ത കുറേ മേഖലകളിലോട്ടാണ് ജോലി സംബന്ധമായിട്ട് ഞാൻ നമ്മൾ നടന്നിട്ടുള്ളതും ചെയ്ത് കുറേ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളതും. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വിചാരിച്ചാല് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയത് എൻ്റെ ജീവിതമാണ് എന്നെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ പുസ്തകങ്ങളിലൂടെയും കലാലയങ്ങളിലൂടെയും പഠിച്ചതിനേക്കാൾ അധികം ഏറ്റവും കൂടുതൽ പഠിച്ചത് ജീവിതത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്തുകൊണ്ട് ഒരു മൈഗ്രന്റ് എന്ന നിലയിൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഇനിയും വന്നുകൊണ്ടേയിരിക്കുന്ന കുറേ മൈഗ്രൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ കുടിയേറ്റക്കാർക്ക് വേണ്ടിയിട്ട് പകർന്ന് കൊടുത്തുകൂടാ എന്ന്. അപ്പം അങ്ങനെയാണ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു ആ ഒരു ചിന്ത വളരുകയും അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ, ഞാൻ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നമ്മുടെ കുടുംബത്തെ രക്ഷിക്കാൻ നമ്മുടെ ജീവിതത്തിൽ പുതിയ മാനങ്ങൾ ഉണ്ടാക്കുവാനൊക്കെ ആയിരിക്കും ദൈവത്തിന്റെ സ്വന്തം രാജ്യമായ സ്വന്തം ഭൂമിയായ കേരളത്തിൽ നിന്ന് നമ്മൾ ഈ ഒരു ഓസ്ട്രേലിയയിൽ എത്തിയത്, അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളായ UK, കാനഡ, എവിടെയാണോ നമ്മൾ കുടിയേറ്റക്കാരായിട്ട് പോകുന്നത്, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും തന്നെ മലയാളികൾ ഉണ്ടെന്ന് തന്നെയാണ് കണക്കുകൾ കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ കുടിയേറ്റക്കാരായിട്ട് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അതിന്റെ എല്ലാം കാരണം നമുക്ക് നമ്മുടെ സ്വന്തം രാജ്യത്ത് കിട്ടുന്നതിനേക്കാളും നല്ലതായിട്ടുള്ള കാര്യങ്ങൾ അവിടെ കിട്ടുന്നുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാളും ഏറ്റവും നല്ല കാര്യങ്ങൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ? നാം എന്തെങ്കിലും ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ടോ? അതോ നമ്മുടെ സ്വന്തമായ ആ ഒരു സ്വതസിദ്ധമായ കഴിവുകൾ നമുക്ക് ഇവിടെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ടോ? അതോ ഒരു ഡെവലപ്ഡ് കൺട്രി എന്ന നിലയിൽ നമ്മൾ ഓസ്ട്രേലിയയിൽ എടുക്കുകയാണെങ്കിൽ ഈ ഒരു രാജ്യത്ത് നമുക്ക് നമ്മുടെ ആ, നമ്മുടെ വർക്ക് പ്ലേസുകളിൽ നമുക്ക് നാട്ടിൽ കിട്ടുന്ന അത്രയും ആ ഒരു ഫ്രീഡം അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സക്സസ് റേറ്റ് ഇവിടെ മലയാളികൾക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ മൈഗ്രൻസിന് കിട്ടുന്നുണ്ടോ, തുടങ്ങിയിട്ടുള്ള കുറെ ചോദ്യങ്ങളായിരുന്നു എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ വന്ന കുറെ മാറ്റങ്ങൾ ഒരു ദിവസം കൊണ്ട് തന്നെ എൻ്റെ ജീവിതത്തിൽ വന്ന വളരെ വലിയ വലിയ മാറ്റങ്ങൾ എൻ്റെ കരിയറിനെ ഒത്തിരി ബാധിക്കുകയുണ്ടായി. അപ്പൊ അങ്ങനെ വന്ന മാറ്റങ്ങൾ എങ്ങനെയാണ് അത് നമ്മുടെ കരിയറിനെ വ്യത്യാസം വരുത്തുന്നത്, അവിടെ നമ്മൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ നമ്മൾ നടത്തേണ്ടി വന്നത്, അങ്ങനത്തെ കുറെ ചിന്തകളും കുറെ ഒപ്പം എനിക്കുണ്ടായ അനുഭവങ്ങളും അതിന്റെ കുറെ ആകത്തുകയും ആണ് ഞാൻ ഒരു പുസ്തക രൂപത്തിൽ ഇറക്കാനായിട്ട് ഉദ്ദേശിച്ചത്. അങ്ങനെ ഒന്ന് രണ്ട് വർഷത്തെ ഒരു പരീക്ഷണമാണ് ഇന്നലെ എൻ്റെ കയ്യിൽ അതൊരു പുസ്തകമായിട്ട് എത്തിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കാണുമ്പോഴും വളരെ സന്തോഷമുണ്ട്. അതിന്റെ പേര് ഇൻസ്പയർഡ് എന്നാണ് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു ബിന്ദി, കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് നമ്മുടെ നാടിന്റെ ആ ഒരു നന്മ അറിയിക്കുന്ന ആ ഒരു പൊട്ട് കുത്തുക എന്നുള്ളത്. പക്ഷെ നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലാക്കും, കുറച്ച് നാളുകളായിട്ട് ഞാൻ ബിന്ദി ഉപയോഗിക്കുന്നില്ല. അതിന് മറ്റൊരു കാരണമുണ്ട്. പക്ഷെ എന്നെ ഏറ്റവും അധികം എൻ്റെ നാടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ബിന്ദി. എൻ്റെ ആദ്യത്തെ ഇന്റർവ്യൂവിനൊക്കെ ഞാൻ പൊട്ടുകുത്തിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അത് കാരണം അത് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്താണ് ആ ബിന്ദി, എന്താണ് ആ കളറിന്റെ മീനിങ്, എവിടെയൊക്കെ നിങ്ങളത് യൂസ് ചെയ്യും, അങ്ങനെയൊക്കെ. അപ്പം ഈ ഒരു പുസ്തകം ഇപ്പം എൻ്റെ കയ്യിൽ ഒരു പുസ്തകമായിട്ട് ഇന്നലെ കിട്ടുകയാണ് ചെയ്തത്. അപ്പൊ ഞാൻ ഓർത്തു എന്തായാലും ഈസ്റ്ററിന് എൻ്റെ മൈഗ്രൻസിന് വേണ്ടിയിട്ട്, എന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ എന്നോടൊപ്പം കുറെ വിഷമങ്ങള് പങ്കിടുന്ന കുറെ മൈഗ്രൻസ് ഉണ്ട്. കുറെ നല്ല മൈഗ്രൻസിന് ഇവിടെ പല രാജ്യങ്ങളിലും വന്നതോടുകൂടെ അവരുടെ ജീവിതം നമ്മൾ പറയില്ലേ, രക്ഷപ്പെട്ടു പോയി എന്ന്. അപ്പൊ എന്റെ ജീവിതത്തിലും ഒത്തിരിയേറെ നന്മകളുണ്ടായ ഓ, ഒരു ലോകം തന്നെയാണ് ഓസ്ട്രേലിയ. ഒത്തിരി കാര്യങ്ങൾ പഠിക്കുകയും എന്നെ ഞാനാക്കി മാറ്റിയതും ഒക്കെ ഓസ്ട്രേലിയ തന്നെയാണ്. പക്ഷെ ഒപ്പം അതെങ്ങനെയാണ് അത് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ നാട്ടിലെ പഠനങ്ങൾ സഹായിച്ചിട്ടുണ്ടോ, അതല്ല നമ്മുടെ നാട്ടിലെ നമ്മളെ വളർത്തിയ നമ്മുടെ മാതാപിതാക്കള്, നമ്മുടെ സുഹൃത്തുക്കള് സഹായിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരങ്ങളാണ് ഈ ഒരു പുസ്തകത്തിലുള്ളത്. ഇതിനകത്ത് നമുക്ക് 12 അധ്യായങ്ങളാണുള്ളത്. 12 അധ്യായങ്ങളിലും ഞാൻ ആദ്യമായിട്ട് തന്നെ എൻ്റെ ഒരു മൈഗ്രന്റ് ജേണിയാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ എങ്ങനെ നമുക്ക് ഒരു സക്സസ് റേറ്റ് നമ്മുടെ കരിയറിൽ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, എങ്ങനെ നമുക്ക് നമ്മുടെ ജീവിതം വർക്ക് ലൈഫ് ബാലൻസോട് കൂടെ
ലൈഫിലൂടെ എങ്ങനെ നമ്മുടെ കരിയറിൽ പ്രോഗ്രസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. പുസ്തകം ഞാൻ തീർച്ചയായിട്ടും ഞാൻ ആമസോണിലും അതുപോലെയുള്ള ഓൺലൈൻ ഏരിയകളിലൊക്കെ അവൈലബിൾ ആയിരിക്കും ഉടനെ തന്നെ. ഞാൻ പക്ഷേ ഇത് തുടക്കത്തിൽ ആദ്യത്തെ പുസ്തകം കിട്ടിയപ്പോൾ എൻ്റെ ഹൃദയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന എൻ്റെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വിന്ദം മലയാളി കമ്മ്യൂണിറ്റി തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഞാൻ എൻ്റെ പുസ്തകം ആദ്യമായിട്ട് കാണിക്കുന്നത്, ഇൻസ്പയർഡ് ബ്രേക്കിംഗ് ദ ബാരിയേഴ്സ് ഓഫ് കൾച്ചറൽ ഡൈവേഴ്സിറ്റി ഇൻ ദ കോർപ്പറേറ്റ് വേൾഡ്. അപ്പോൾ ഇതൊരു കോർപ്പറേറ്റ് വേൾഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമായിട്ടല്ല. നിങ്ങളൊരു മൈഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങൾ ഇത് വായിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നും ഇതൊക്കെ തന്നെയാണ് ഞാനും ചെയ്തത്, ഇതൊക്കെ തന്നെയാണ് എൻ്റെയും ജീവിതം എന്ന്. ഒരു പക്ഷേ എൻ്റെ കഥയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ മനോഹരമായ ദൃശ്യങ്ങളായിരിക്കും നിങ്ങളുടെ കഥയിൽ ഉണ്ടായിരിക്കുക. പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും അധികം ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോർ വാല്യൂസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ സെൻറ്ററിങ് ദ കോർ വാല്യൂസ്, കൾച്ചറൽ കോമ്പിറ്റൻസ്, കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് ബയസ്, കൾട്ടിവേറ്റിംഗ് കമ്മിറ്റ്മെന്റ്, conquer your fear, cooperative synergy, commitment to continuous growth, competitive growth mindset, criteria for promotion clarified, constructing clear boundaries, cultivating career aspiration and commemorating achievements. അങ്ങനെയാണ് 12 അധ്യായങ്ങൾക്ക് ഞാൻ പേരിട്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിലെ ചെറിയ ചെറിയ ഏടുകൾ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ഞാൻ കുറിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് കൂടുതലും എങ്ങനെ നമ്മുടെ കോർപ്പറേറ്റ് വേൾഡിൽ നമുക്ക് ഒരു നല്ലൊരു വിജയം കൈവരിക്കാനായിട്ട് കഴിയും, മൈഗ്രന്റ് എന്നുള്ള ഒരു മനസ്സിലെ ഭാവം മാറ്റിക്കൊണ്ട് എങ്ങനെ ഒരു ഓസ്ട്രേലിയനായിട്ട് ഇവിടെ ജീവിതത്തിൽ നമ്മുടെ വാല്യൂസ് കീപ്പ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഈ ഒരു പുസ്തകത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതോടെ ഈ പുസ്തകം ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും എന്നെ ബന്ധപ്പെടുക. എൻ്റെ വെബ്സൈറ്റ് dominusnitsi.org, പുസ്തകത്തിന്റെ പിറകിൽ വെബ്സൈറ്റിന്റെ പേരും ഉണ്ട്, dominusnitsi.org. അവിടെ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും അവൈലബിൾ ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ കയ്യിൽ നിന്ന് പുസ്തകം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അറിയിക്കുക. എന്നെ അറിയിക്കേണ്ട നമ്പർ 0401360144. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ എഴുതി അറിയിക്കണം. കാരണം ഞാൻ എൻ്റെ രണ്ടാമത്തെ പുസ്തകത്തിന്റെ പടിപ്പുരയിലാണ്. അത് കുറച്ചുകൂടി നമ്മുടെ കമ്മ്യൂണിറ്റിയെ എങ്ങനെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്താനാകുമെന്നുള്ള ഒരു പുസ്തകമാണ് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 5-6 മാസങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പുസ്തകമായിട്ട് നമ്മുടെ കയ്യിലെത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഇൻസ്പയർഡ് എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ എഴുതി അറിയിക്കുക. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്യുകയും എൻ്റെ ഈ ഒരു ജീവിതത്തിൽ എന്നെ സഹായിച്ച കുറേ നല്ല മനുഷ്യരും കുടുംബങ്ങളും ഉണ്ട്. അവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥനയോടെ അവരെ സ്മരിക്കുന്നു. എന്തായാലും ഈ ഒരു യാത്രയിൽ ഈ ഒരു ഈസ്റ്റർ ഡേറ്റ് സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാർത്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. എല്ലാവർക്കും ഈസ്റ്ററിന്റെ സ്നേഹം നിറഞ്ഞ മംഗളങ്ങൾ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഇത് ബിസ്മി പാലാട്ടി ഓൺ 88.9 FM മലയാള ജാലകം.